അതുകൊണ്ട് വലാ തംശി ഫിൽ അർളി മറഹാ, ഒരിക്കലും നീ അഹങ്കാരത്തോടെ നടക്കല്ലേ, അഹങ്കാരത്തോടെ യാത്ര ചെയ്യല്ലേ സഹോദരാ. നീ പോകുന്നത് ഇബാദത്താണ് എന്ന ബോധത്തോടെ നാളെ മുതൽ യാത്ര ചെയ്യുക. എഴുന്നേൽക്കുമ്പോൾ നിന്റെ മനസ്സിൽ വരേണ്ടതല്ലാ, യാത്ര എന്ന ഇബാദത്തിന് വേണ്ടി ഞാൻ എഴുന്നേറ്റിരിക്കുകയാ. യാത്ര ആരംഭിക്കുമ്പോൾ നീ ചിന്തിക്കണം, പടച്ചവനെ ഞാനൊരു ഇബാദത്തിലാണല്ലോ എന്ന്. ആ ഒരു ഇബാദത്തിന്റെ പ്രിയപ്പെട്ടവരെ ഇബാദത്തായി മാറാൻ അതിൽ ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് അഹങ്കാരത്തോടെ നടക്കരുത് എന്നാണ്. ടൂ വീലർ ഓടിക്കുന്ന ചെറുപ്പക്കാരോട് പറയാ, എഴുതി വെച്ചിരിക്കുന്ന നെയിം ബോർഡ് നോക്കിയിട്ട് നിങ്ങൾ വണ്ടി ഓടിക്കണ്ട. അത് അലങ്കാരമല്ല, അഹങ്കാരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകും. എന്തിനാ? ഇത് ഖുർആൻ പറഞ്ഞല്ലോ, അഹങ്കാരത്തോടെ നടക്കല്ലേ. ഇത് രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നറിയോ? യാത്ര പോകുമ്പോ പല പല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പല പല കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. പല പല കാര്യങ്ങളും നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണേണ്ടി വരും. അവിടെ എത്തുമ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സൂറത്തുൽ ഫുർഖാൻ 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുകയാണ്, വഇദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമാ. സിനിമയുടെ പോസ്റ്റർ ഇട്ടിരിക്കുകയാ, തുണി ഉടുക്കാത്ത പെണ്ണിന്റെ പരസ്യ പലകയിൽ പെണ്ണിന്റെ പളപളുത്ത ശരീരം കാണുകയാ. ഇന്ന് അങ്ങനെയാണല്ലോ, അടിവസ്ത്രപ്പിരി പോലെ പരസ്യമതാ വലിയ ബോർഡിലാ വെച്ചിരിക്കുക. എന്നിട്ട് പറയുന്നു അപകടം പെരുകുന്നു എന്ന്, അപകടം പെരുകുന്നു എന്ന് പറയുന്നു. എങ്ങനെ പെരുകാതിരിക്കും? തുണി ഉടുക്കാത്ത പെണ്ണിന്റെ അടിവസ്ത്രപ്പിന്റെ പരസ്യം വലിയ ബോർഡ് വെച്ചിരിക്കുമ്പോ അതുവഴി വരുന്ന ചെറുപ്പക്കാർ അതിൽ വായും നോക്കി വരുമ്പോഴല്ലേ അപകടം നടക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപകടം ഇങ്ങനെ പെരുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയാം എന്താണെന്നറിയോ? ബക്കറ്റ് കാര്യമായിട്ട് വേണം പറയാം കേട്ടാ. ഇൻഷാ അല്ലാഹ് ബക്കറ്റ് ഞാൻ പറഞ്ഞെടുത്താൽ മതി. ബക്കറ്റ് കളക്ഷനിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലേ? ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഒരിക്കലും നമ്മൾ ഒരു അനിസ്ലാമിക അനാവശ്യ വസ്തുക്കളുടെ മുന്നിലൂടെ പോകുമ്പോ അതിനോട് നമ്മൾ താദാത്മ്യം പുലർത്തിയിട്ട് പോകാൻ പാടില്ല. മർറൂ കിറാമാ, പോകേണ്ടത് മാന്യന്മാരായിട്ടാ യാത്ര ചെയ്യേണ്ടത്. പോകുന്ന വഴിയരികില് പല രീതിയിലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാം. അതെല്ലാം നോക്കിപ്പോയാൽ നിന്റെ നമസ്കാരം കസറാക്കാനുള്ള, നിന്റെ ദുആ സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞ യാത്രയായി അതിന് മാറാൻ കഴിയില്ല. യാത്ര എല്ലാ അർത്ഥത്തിലും ഇബാദത്താകണമെങ്കിൽ, യാത്രക്കാരന്റെ ദുആ സ്വീകരിക്കപ്പെടണമെങ്കിൽ, അതുപോലെ അവന്റെ നമസ്കാരം പോലും കസറാക്കപ്പെടാൻ പറ്റണമെങ്കിൽ, അവൻ അല്ലാഹു വലിയ കൂലി കൊടുക്കുന്ന യാത്രയാകണമെങ്കിൽ അവന് ചെയ്യേണ്ടത് ഇദാ മർറൂ ബിൽ ലഗ്വി മർറൂ കിറാമാ, മാന്യനെ പോലെ നടന്നു പോകണമെന്ന. നിങ്ങൾക്കറിയോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യകാലത്ത് അന്ന് ഹബീബായ നബി തങ്ങൾ ഒരിക്കല് ആട്ടിൻപറ്റങ്ങളെയും മേച്ച് നടക്കുന്ന സമയത്ത് അവിടെ ഒരു കല്യാണം നടക്കുന്നു. ആ കല്യാണത്തിന്റെ ഒരുപാട് കല്യാണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ആ കല്യാണങ്ങളിൽ ആർഭാടവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ഇന്ന് തുടങ്ങിയതല്ല. അറേബ്യയിലെ ഏതോ ഒരു കല്യാണത്തിന്റെ ആ ദിവസത്തിലെ മനോഹരമായ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നബി തങ്ങൾക്ക് മോഹം വന്നത്രേ. അങ്ങനെ കൂട്ടുകാര് തലേ ദിവസം ആ കല്യാണത്തിന് പങ്കെടുത്ത കൊച്ചുകുട്ടികള്, ആ കുട്ടികള് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ ആ വീട്ടിൽ കല്യാണത്തിന് പങ്കെടുത്തു, എന്ത് രസമായിരുന്നു, പാട്ടുണ്ട്, ആട്ടമുണ്ട്. ഇതെല്ലാം പറഞ്ഞപ്പോ റസൂലുള്ളാഹിനെ കാണണമെന്ന് കൊതി വന്നു. ആ സമയത്തെ ഹബീബായ നബി തങ്ങൾ ആട്ടിൻപറ്റങ്ങളെ മേച്ച് നടക്കുന്ന സമയത്താണ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്തിയിരുന്ന സമയത്താണ്. ആ സ്ഥലമെത്തിയപ്പോൾ സഹോദരങ്ങളെ, ഒരു കൂട്ടുകാരന്റെ കയ്യിൽ ആട്ടിൻപറ്റങ്ങളെ ഏൽപ്പിച്ചിട്ടത് കാണാൻ വേണ്ടി പോയി. അല്ലാ റസൂലുള്ളാഹി തങ്ങളാ രാത്രി കിടന്നുറങ്ങുന്നു. രാവിലെ നേരം വെളുക്കുമ്പോഴാണ് കല്യാണത്തിന്റെ ആർഭാടം ആരംഭിക്കുക. അവിടുത്തെ ആട്ടും പാട്ടും ആരംഭിക്കുന്നത് രാവിലെയാണ്. രാത്രി കിടന്നുറങ്ങുന്ന പ്രവാചകൻ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് എന്ന കുഞ്ഞുബാലനെ അല്ലാഹു അങ്ങ് ഉറക്കിക്കളഞ്ഞില്ലേ.
അള്ളാന്റെ ഹബീബ് അങ്ങ് ഉറങ്ങുകയാ, നന്നായിട്ട് ഉറങ്ങുകയാ, യാതൊരു ബോധവുമില്ലാതെ ഉറങ്ങിപ്പോയി. എപ്പോഴാണ് ഉണർന്നതെന്നറിയോ? സൂര്യന്റെ രശ്മികൾ തന്റെ ശരീരത്തെ വന്ന് പതിച്ച പോലെ ചാടി എഴുന്നേക്കുകയാ. അപ്പോഴേക്ക് പാട്ടും കൂത്തും അവസാനിച്ചിരുന്നു. അള്ളാന്റെ റസൂലിനെ സംരക്ഷിച്ചതാണ് അല്ലാഹു തആല. കാരണം ബാലചാപല്യം പോലും ഇല്ലാത്ത നിലയില് അള്ളാന്റെ ഹബീബ് അത്രയും സാദിഖായി അൽ അമീനായി മഅസൂമായി പ്രവാചകനെ അല്ലാഹു സംസ്കരിച്ചുകൊണ്ട് മഹത്തായ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ പ്രതീകമായി അല്ലാഹു മാറ്റുമ്പോ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാനുള്ളത്, എന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ നടന്നു പോകുന്ന യാത്രകളിൽ കാണുന്ന അനിസ്ലാമിക പ്രവർത്തനങ്ങളെ നിങ്ങൾ കാണരുത്. ഒരിക്കലും നിങ്ങളുടെ യാത്രകളിൽ ആരോടും നിങ്ങൾക്ക് ഇതുപോലുള്ള അസഭ്യമായ പ്രവർത്തന ശൈലികൾ ഉണ്ടാകാൻ പാടില്ല. എന്നാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തരുന്ന യാത്രകളിൽ ആ യാത്രകളിൽ ഉണ്ടായേക്കാവുന്ന പ്രാർത്ഥനകളുടെ ഇജാബത്ത് നഷ്ടപ്പെടുകയാ. ആരാധനകൾ അല്ലാഹു തആല ചുരുക്കിയിട്ട് കസറാക്കാൻ പറയുന്ന അവസ്ഥയിൽ അല്ലാഹു നിങ്ങളുടെ യാത്രകളെ പരിശുദ്ധമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണേ. പടച്ചവനതിന് തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഖബർ എത്ര കൊല്ലം കൊണ്ട് കേൾക്കുകയാണ്. അന്ന് വന്ന മലക്ക് തന്നെ എപ്പോഴും വരുന്ന മാറ്റമൊന്നും വന്നിട്ടില്ല. സിറാത്തും സ്വർഗവും നരകവും ഒക്കെ പണ്ട് നമ്മൾ കേട്ട അതേ അവസ്ഥ തന്നെ ഇപ്പോഴും ഉള്ളത്. എന്ന് സ്വർഗം കേട്ട് ഫാത്തിമ ബീവിയുടെ മരണോ, ഖദീജ ബീവിയുടെ കല്യാണോ, ആയിഷ ബീവിയുടെ രോഗവും കേട്ട് ആ കൊള്ളാം, പ്രസംഗം കൊള്ളാം, മാർക്കിട്ട് കൊള്ളാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നതിനപ്പുറത്ത് നമുക്ക് അത്യാവശ്യമായി പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിസ്കാരത്തിന്റെ വിഷയം തന്നെ ഒന്ന് എടുത്തു നോക്ക്. എന്തെല്ലാം കാര്യങ്ങൾ നിസ്കാരത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ നിസ്കാരം എന്നൊരു വിഷയം വെച്ച് ആരെങ്കിലും ഒരു വാഴ കേൾക്കാൻ വരൂല, വാഴ കേൾക്കാൻ വരൂല. ഖബർ വെച്ചാലോ എല്ലാരും വരും. കാരണം എന്താണ്? പേടിപ്പെടുത്തുന്നതും അതിനകത്ത് അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ നമുക്ക് താല്പര്യമാണ്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ളത് പറയുമ്പോൾ നമുക്ക് വലിയ മടിയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്നും ചെയ്യുന്നൊരു കാര്യമാണ്, എന്ന് നമ്മുടെ ജീവിതത്തിലുള്ളതാണ് യാത്രകൾ. ആ യാത്രകളിൽ ഒന്ന്, അഹങ്കാരമില്ലാതെ നടന്നു പോവുക, എങ്കിലേ നിന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂ. രണ്ട്, ആവശ്യമില്ലാത്തതൊന്നിലും നീ തലയിടാൻ പാടില്ല. ഇനി മൂന്നാമത്തത് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോ. മൂന്നാമത്തേത് എന്റെ ചെറുപ്പക്കാരോടുകൂടി ഞാൻ പറയാൻ, സംഘാടകർക്ക് ഇന്ന് വഴല് കേൾക്കാൻ പോലും പറ്റില്ല. കാരണം വന്നവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോ എന്താ അവർക്ക് കേൾക്കാൻ പറ്റില്ല. അവർക്ക് പിന്നീട് കേൾക്കാനേ കഴിയുള്ളൂ. ലൈവ് ഉള്ളത് കൊണ്ട് പിന്നീട് കേൾക്കാം. നല്ല ചെറുപ്പക്കാരാ. ഞാന് നമ്മുടെ പറക്കാട് മഹല്ലിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ചെറുപ്പക്കാരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഈ ശൈലി അള്ളാഹു സ്വീകരിക്കട്ടെ. അല്ലേ? നല്ല പ്രവൃത്തിയാണ്. ഈ പ്രായമുള്ള ആളുകൾ വേണം, ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നതല്ല. നിങ്ങൾ നോക്ക്, പ്രായമുള്ള ഇബ്രാഹിം നബി, പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനായ ഇസ്മായിൽ എന്ന നബിയുടെ കൈ പിടിച്ചപ്പോഴാണ് എന്തുണ്ടായത്? കഅബ ശരീഫ് ഉണ്ടായത്. പ്രായമുള്ള ഇബ്രാഹിം നബി ചെറുപ്പക്കാരനായ ഇസ്ഹാഖ് നബിയുടെ കൈ പിടിച്ചപ്പോഴാണ് എന്തുണ്ടായത്? ബൈത്തുൽ മുഖദ്ദസ് ഉണ്ടായത്. വയസ്സായ ആളുകൾ നിർദ്ദേശം കൊടുക്കണം, തലപ്പത്തിരിക്കണം, ചെറുപ്പക്കാരെ കൊണ്ട് പ്രവർത്തിപ്പിക്കണം. അൽഹംദുലില്ലാ, നല്ല ഒരു തലമുറ. 32 വർഷം, എത്രയായി? 33 എന്ന് പറഞ്ഞാൽ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ 33 വർഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ പ്രായം, നല്ല പ്രായം 33. അള്ളാഹു ഇത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള തൗഫീക്ക് തരട്ടെ. ചേർത്ത് നിർത്തണം. പിതാക്കന്മാര് ചെറുപ്പക്കാരെ, ഇതിന്റെ പ്രവർത്തകരൊക്കെ ചേർത്ത് നിർത്തണം. ചെറുപ്പക്കാരോട് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും മാതൃസ്ഥാപനം എന്ന് പറയുന്നത് മഹല്ലാണ്. ആ മഹലിനോട് ചേർന്ന് നിൽക്കണം. നമ്മൾ മരിച്ചാൽ നമ്മളെ കൊണ്ട് കിടത്താനുള്ളത് പള്ളിയിലാണ്. ആ പള്ളി നമ്മുടെ എല്ലാമാണ്. സെക്രട്ടേറിയറ്റ് മന്ദിരമാണ്. ഈ നാട്ടിലെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് പള്ളികൾ. അതുകൊണ്ട് പള്ളികളോട് നമ്മൾ ചേർന്ന് നിൽക്കണം. ഈ പ്രവർത്തനത്തിനോടൊപ്പം നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. പള്ളിയുടെ കാര്യങ്ങളിൽ പരിപൂർണമായ പിന്തുണ കൊടുക്കണം. ഒപ്പം ഇതിന്റെ പ്രിയപ്പെട്ട വലിയ ആളുകളോട് പറയാനുള്ളത്, ഈ മക്കളെ ചേർത്ത് നിർത്തണം. കാരണം നാളത്തെ
നമ്മളെ നയിക്കേണ്ടത് ഇവരാണ്, ഈ നാടിനെ നയിക്കേണ്ടത് ഇവരാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞു, വീട്ടില് പെണ്ണുങ്ങളും കുട്ടികളും ഇല്ലായിരുന്നുവെങ്കിൽ, പെണ്ണുങ്ങളും കുട്ടികളും വീട്ടില് കിടക്കുന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇഖാമത്ത് കൊടുത്ത് ഇമാമത്ത് നിന്ന് നിസ്കരിക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ചെറുപ്പക്കാരായ എന്റെ സഹാബികളോട് പറയുമായിരുന്നു ആ വീടുകൾ ചെന്നിട്ട് തീ വെച്ച് നശിപ്പിക്കാൻ. പക്ഷേ അവിടെ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും ഉള്ളതാണ് അതിന് കാരണം, തടസ്സം എന്ന് പറഞ്ഞു. കാരണം എന്താ? പള്ളിയിൽ വരാതെ കുറെ എണ്ണം വീട്ടിൽ കിടക്കുന്ന കണ്ടപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞതാ. അപ്പൊ ആരെ വിടുവെന്നാ പറഞ്ഞത്? ആരെ വിടുവെന്ന? എന്റെ ചെറുപ്പക്കാരായ സഹാബാക്കളെ. ചെറുപ്പക്കാർ എല്ലാത്തിലും. BJPക്ക് യുവമോർച്ച, കോൺഗ്രസിന് യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗിന് യൂത്ത് ലീഗ്, കമ്മ്യൂണിസ്റ്റിന് DYFI, അല്ലെ? എല്ലാത്തിനും എന്തുണ്ട്? യുവാക്കൾക്ക് പ്രത്യേക പ്രാതിനിധ്യം. സമസ്തക്ക് SYS, അല്ലേ? അപ്പൊ ഇത് യുവാക്കൾക്ക് വലിയൊരു സ്ഥാനം ഇസ്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അർശിന് തണല് കിട്ടുന്ന വിഭാഗങ്ങളെ എണ്ണി പറഞ്ഞപ്പോ അതിൽ 5 എടുത്തും പറഞ്ഞത് ഷാബുൻ 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 ഷാബുൻ, യുവത 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 യുവത, അതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് യുവാക്കളെ ചേർത്ത് നിർത്താൻ മുതിർന്നവരും മുതിർന്നവരുടെ നിർദ്ദേശങ്ങൾ മാനിക്കാൻ എന്റെ പ്രിയപ്പെട്ട സംഘാടകരും ശ്രമിക്കണം. അള്ളാഹു ഈ ഒരു സൗഹാർദ്ദവും സഹകരണവും അള്ളാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തട്ടെ. ഇനി നമ്മൾ പഠിക്കേണ്ട കാര്യം, 1, അഹങ്കാരത്തോടെ യാത്ര ചെയ്യരുത്. 2, ആവശ്യമില്ലാത്തടത്തൊന്നും നോക്കാനോ ഇടപെടാനോ പോകരുത്. ഇനി 3ാമതായി നമ്മൾ ചെയ്യേണ്ടത്, മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഞങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിനോടൊപ്പം ഒരു യാത്ര പോവുകയാ. ഞാനും പ്രവാചകനും സഹാബത്തും യാത്ര ചെയ്തു പോകുമ്പോൾ മഹാനായ മാഇസ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അടുത്തെത്തി. ആ സമയത്ത് ഞങ്ങളിൽപ്പെട്ട ഒരാള് വേറെ ഒരാളോട് പറഞ്ഞതെന്തെന്നറിയോ? ഈ കിടക്കുന്നതാരെന്നറിയോ? ഇന്ന ഹാദാ ലഹായിൻ, ഇതൊരു വിഡ്ഢിയുടെ ഖബറാണ്. അത്തന്നബിയ മിറാറാ, പലവട്ടം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നവനാണ്. കുല്ലു ദാലിക യർദുഹു, അപ്പോഴെല്ലാം റസൂല് പോടാ പോടാ എന്ന് പറഞ്ഞ് തിരികെ വിട്ടവനാ. ഹത്താ ഖുതില കമാ യുഖ്തലുൽ കൽബു, അവസാനം പട്ടിയെ കൊല്ലും പോലെ ഞങ്ങൾ അവനെ കൊന്നുകളഞ്ഞു. ഇതാരെ പറ്റിയാണ് പറഞ്ഞതെന്നറിയോ? ഒരു ദിവസം റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് ഒരു സഹാബി കടന്നു വരികയാ. പേര് മാഇസ് ഇബ്നു മാലിക്കുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു എന്ന. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ത്വഹിർനി യാ ഹബീബല്ലാഹ്, എന്നെ ശുദ്ധിയാക്കണം നബിയേ, എന്നെ കഴുകണം നബിയേ, എന്നെ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം റസൂലേ. ചോദിച്ചു, എന്താ മാഇസേ? നബിയേ, സനയിതു യാ റസൂലല്ലാഹ്, ഞാനൊരു പെണ്ണുമായി വ്യഭിചരിച്ചു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല മാഇസേ, ഇല്ല, നിനക്ക് തോന്നിയതാണ്, ചിലപ്പോ നീ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ടാകും. അല്ല നബിയേ, അല്ല നബിയേ, അല്ല മാഇസേ, ചിലപ്പോ നീ ഒരു ചുംബനം കൊടുത്തിട്ടുണ്ടാകും. അല്ല റസൂലേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വിട്ടു, പോയിട്ട് വാ. പിറ്റേ ദിവസം വീണ്ടും വന്നിട്ട് പറഞ്ഞു, യാ ഹബീബേ, എന്നെ ശുദ്ധിയാക്കണം, എന്നെ രക്ഷപ്പെടുത്തണം നബിയേ. അപ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പൊക്കോ മാഇസേ, പൊക്കോ. ഇല്ല നബിയേ, 3ാം ദിവസവും വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തണം, ആഖിറത്തിൽ പോകാൻ എനിക്ക് പേടിയാ, അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് പേടിയാ, അതുകൊണ്ട് ഇവിടെ വെച്ച് എനിക്ക് ശിക്ഷ തരണേ റസൂലേ, ഹബ്ബടിക്കണേ നബിയേ, എനിക്കെന്താണോ ശിക്ഷ അത് എനിക്ക് തരണം റസൂലേ എന്ന് പറഞ്ഞിട്ട് മാഇസ് വന്നതാ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ ഇവനെ ശിക്ഷ വിധിക്കുക തന്നെ. അങ്ങനെ സഹോദരങ്ങളെ, അദ്ദേഹത്തിനെ കൊന്നുകളയുകയാ. അന്നത്തെ ഒരു ശിക്ഷാവിധിയാണ്, ഇസ്ലാമിന്റെ നിയമം അതാണ്. അങ്ങനെ കൊല്ലപ്പെട്ട മനുഷ്യന്റെ ഖബറിന്റെ അടുത്തെത്തി.
ആ ഖബറിന്റെ അടുത്തെത്തിയപ്പോൾ പിൽക്കാലത്ത് ആ മനുഷ്യനെ ശിക്ഷിക്കുന്നതിന് കൂടെ നിന്ന ഒരാള് അന്നില്ലാതിരുന്ന ഒരാളോട് പറയുകയാണ്, ഇന്നഹാദാ, ഈ ഖബർ ആരുടെ ഖബറാണെന്നറിയോ? ലഹായിനൊരു വിഡ്ഢിയായ മനുഷ്യന്റെ ഖബറാ. അത്തന്നബിയ മിറാറാ, പലവട്ടം റസൂലുള്ളാഹിന്റെ മുന്നിൽ അവന് വന്നതാ. കുല്ലു ദാലിക യർദു, അപ്പോഴൊക്കെ റസൂലുള്ളാഹി അവനെ പറഞ്ഞു വിട്ടു. വീണ്ടും വീണ്ടും വന്നു. ഹത്താ ഖുതില കമാ യുഖ്തലുൽ ഖൽബു, പിന്നീട് നായ കൊല്ലപ്പെടും പോലെ ഈ മനുഷ്യനെ കൊല്ലപ്പെടേണ്ടി വന്നു. ഇത് അല്ലാഹുവിന്റെ ഹബീബ് കേൾക്കുകയാ. അറിയണേ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റ് ചെയ്തു പോയി എന്നതിന്റെ പേരിൽ ആരെയും ക്രൂശിക്കാൻ നിൽക്കരുത്. ഒരു തെറ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ ആരെയും ക്രൂശിക്കാൻ നിൽക്കരുത്. തെറ്റ് ചെയ്യുന്നവന് തെറ്റ് ചെയ്യുമ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നേരെ കരങ്ങൾ ഉയർത്തിയിട്ട് പശ്ചാത്തപിച്ച് ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബ ലഹു, പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ചവന് പാപം ചെയ്യാത്തവനെ പോലെയാണെന്നല്ലോ. എന്നാൽ പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് മടങ്ങിയവന്റെ പാപത്തിന്റെ പേരിൽ പിന്നെ ആരായാളെ ആക്ഷേപിക്കുന്നുവോ? റസൂലുള്ളാഹി പറഞ്ഞു, ആ തെറ്റിയവൻ ചെയ്യാതെ മരിക്കുകയില്ലത്രേ. നഊദു ബില്ലാഹ്, അല്ലാഹ് നമ്മളെ കാക്കട്ടെ, പടച്ചവൻ നമ്മളെ കാക്കട്ടെ. അതുകൊണ്ടൊരു തെറ്റ് ചെയ്ത ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. യാത്രയിൽ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം അതാണ്. യാത്ര പോകുമ്പോൾ 100,000 ആളുകളെ നമ്മൾ കാണും, പല അനുഭവങ്ങളുള്ള ആളുകളെ കാണും. ആ സമയത്തൊന്നും നമ്മൾ അവരെ ആക്ഷേപത്തിന്റെ വാക്കുകൾ പറയാൻ പാടില്ല. മാഇസ് ബിൻ മാലിക്കുൽ അസ്ലമി എന്ന് പറയുന്ന മനുഷ്യന്റെ ഖബർ ചൂണ്ടിയിട്ട് ഇവന് പമ്പര വിഡ്ഢിയാണ്, ഇവന് റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് ഞങ്ങൾ അവനെ മാറ്റിയിട്ടും വീണ്ടും വന്ന് അവസാനം കൊല്ലപ്പെട്ടവനാണ് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ആ സഹാബിയോട് പറഞ്ഞതെന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹോദരങ്ങളെ ചിന്തിച്ചു നോക്ക്. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ നിന്നുകൊണ്ട് വല്ലാതെ വിയർത്തു പോകുന്നൊരു രംഗമുണ്ടായി. യാത്രയുടെ സമയത്ത് ഈ അനുഭവമുണ്ടായ റസൂലുള്ള ഒന്നും മിണ്ടിയില്ല. കുറെ നേരം യാത്ര ചെയ്തു പോകുമ്പോൾ ചത്ത ഒരു കഴുതയെ കാണുകയാ. ഒരു കഴുത ചത്ത് കിടക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. അതിലിങ്ങനെ പുഴുക്കൾ ഓടിക്കൊണ്ടിരിക്കുകയാ. അതിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുകയാ. അതിൽ നിന്ന് ദുർഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാ. ആ സമയത്ത് ആ മനുഷ്യനോട്, ഇത് പറഞ്ഞവനോട് റസൂലുള്ളാഹി പറഞ്ഞതെന്തെന്നറിയോ? കുൽ മിൻ ഹാദാ, ഇരുന്ന് തിന്നടാ ചത്ത കഴുതയെ നീ തിന്നടാ എന്ന് റസൂലുള്ളാഹി പറയുകയാണ്. ആലോചിക്കണം, ഒരു സഹാബിയോടാണ് പറഞ്ഞത്. ആ സഹാബി ചോദിച്ചു, മിൻ ജീഫത്തി ഹിമാരിനി യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ തിന്നേണ്ടത് ചത്ത കഴുതയാണോ? ഈ ശവമാണോ ഞാൻ തിന്നേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പൊന്നുമോനെ, ഇതിനു മുമ്പ് നീ ഖബറിന്റെ അടുത്ത് വെച്ച് തിന്നത് ഇതിനേക്കാ ദുർഗന്ധമുള്ളതാ, ഇതിനേക്കാ നാറുന്നതാണ്, ചീഞ്ഞ നാറുന്നതാ. എന്നിട്ട് റസൂൽ പറഞ്ഞു, നിനക്കറിയോടാ മാഇസ് ഇപ്പോ എവിടെയാണെന്ന്? ഇന്നഹു ഫീ നഹരിൻ മിൻ അൻഹാരിൽ ജന്നതി യതഗമ്മസ്. ഈ മാഇസ് ബിൻ മാലിക് ചെയ്ത തെറ്റ് റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയുകയും ഇവിടുന്ന് ശിക്ഷ ഏറ്റുവാങ്ങുകയും ചെയ്തപ്പോ മാഇസ് ഇപ്പോ എവിടെയാണെന്നറിയോ? ഇന്നഹു ഫീ നഹരിൻ മിൻ അൻഹാരിൽ ജന്ന, അടിവാരത്ത് അഴിവി ഒഴുകുന്ന സ്വർഗത്തിന്റെ തോപ്പിൽ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ അനുഗ്രഹീതമായ നദികളിൽ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുകയാ. അവനിന്ന് അരുവികളിൽ ആറാടിക്കൊണ്ടിരിക്കുകയാ. മക്കളെ, ഇതാരെ പറ്റിയാണ് പറഞ്ഞത്? ഒരു വ്യഭിചാര സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ചെയ്ത തെറ്റല്ലാന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞു പശ്ചാത്താപ ബോധത്തോടെ വന്ന് ഹബ്ബടി ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട അനുചരനെ പറ്റി പരാതി പറഞ്ഞ, അയാളെ പറ്റി പരദൂഷണം പറഞ്ഞവനെ ചപ്പ ശവത്തെ കഴുതയെ തിന്നാൻ കൊടുക്കുകയും എന്നിട്ട് ആ മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന പാപിയായ മനുഷ്യന് സ്വർഗത്തിന്റെ അരുവികളിൽ കുളിക്കുകയാണ് എന്ന മനോഹരമായ ഏറ്റവും നല്ല വിശേഷണം കൊണ്ട് വിശേഷിപ്പിക്കുകയും ചെയ്തെങ്കിൽ, സഹോദരങ്ങളെ, യാത്രയിൽ പല അനുഭവങ്ങളും നമ്മൾ പറയാറുണ്ട്. ആളുകളെ പിച്ച് ചീന്താറുണ്ട്. ചെയ്തുപോയ തെറ്റിന്റെ പശ്ചാത്താപം അറിയാതെ നമ്മൾ അവരെ ആക്ഷേപിക്കാറുണ്ട്.
അരുതരുതേ. നിങ്ങളുടെ യാത്രകളിൽ അല്ലാഹു ദുആ സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ യാത്ര നിസ്കാരം ജമ്മ് ചെയ്യാനും ഖസ്ർ ചെയ്യാനും പറ്റുന്ന നിലയിൽ ആ നമസ്കാര പുണ്യ ഇബാദത്ത് ആ യാത്ര ഇബാദത്തായി മാറണമെങ്കിൽ മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ യാത്രകളിലും മറ്റുള്ളവരെ പറ്റി തിന്നാൻ പാടില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഇതാണ്. മറ്റൊരാളെ പറ്റി നമ്മൾ ഒരു അക്ഷരം പറയാൻ പാടില്ല. ഇന്ന് ഒരു തെറ്റ് ചെയ്തവൻ, ആ തെറ്റ് ചെയ്തവര് ചിലപ്പോ അതിന്റെ വേദനയിൽ പടച്ചവനോട് കാര്യം പറഞ്ഞിട്ട് കൃത്യമായി പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് വല്ലതും അറിയോ പൊട്ടന്മാര്? നമ്മൾ ഇങ്ങനെ പറഞ്ഞു നടക്കും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അയാളുടെ തൗബ അല്ലാഹ് സ്വീകരിച്ചു. എത്രത്തോളം എന്നറിയോ? ഒരു തെറ്റ് ചെയ്താൽ പശ്ചാത്തപിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന എന്താണെന്നറിയോ? ഒരു കാഫിറായ മനുഷ്യൻ മുസ്ലിമായാൽ സമൂഹത്തിൽ എന്ത് വിലയാവുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സമൂഹത്തിൽ എന്ത് വിലയാവും അയാൾക്കുള്ളത്? എല്ലാരും പറയും ഉസ്താദേ അയാൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നയാളാണ്. ഭയങ്കര ബഹുമാനമാണ് അവരോട്, നമുക്ക് വലിയ ആദരവാണ് നമുക്കുള്ളത്. എന്നാൽ അള്ളാഹുവിന് ഇഷ്ടം ഒരു കാഫിർ മുസ്ലിമാകുന്നതിനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം മുസ്ലിമായ ഒരു മനുഷ്യൻ പാപം ചെയ്തിട്ട് പശ്ചാത്തപിക്കുമ്പോഴാണ്. എന്ന് വെച്ചിട്ട് നാളെ പോലെ കള്ളുപിടിക്കാൻ വേണ്ടിയുള്ള പ്രേരണയല്ല ഇത്. സാന്ദർഭികമായി സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തില് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയാൽ അള്ളാഹുവിനോട് റബ്ബേ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, ചോദിക്കാൻ എനിക്ക് നീ മാത്രമേ ഉള്ളൂ, തെറ്റ് പറ്റിപ്പോയി, ഇനി ഞാൻ ചെയ്യില്ല റബ്ബേ, എനിക്ക് വിഷമമുണ്ട് അക്കാര്യത്തിൽ എന്ന് പറഞ്ഞ് ഉള്ളൊരുകി ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അവന് അള്ളാഹു കൊടുക്കുന്ന അവന്റെ താല്പര്യം ഒരു കാഫിർ മുസ്ലിമാകുന്നതിനേക്കാളാണ്. എന്തുകൊണ്ടെന്നറിയോ? കാഫിർ മുസ്ലിമാകുന്നത് എങ്ങനെയാണ്? കാഫിർ അജാനിബാൻ, അന്യനാണ്. നമ്മൾ പറയില്ലേ അന്യ സമുദായക്കാർ. ആ അന്യനാകുന്ന അവസ്ഥയിൽ നിന്ന് അക്കാരിബിലേക്ക് അവൻ വരുന്നു, അന്യനല്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നു. അന്യ സമുദായം ഒന്നും പിന്നെ പറയില്ല. നമ്മൾ ആരും അങ്ങനെ പറയരുത്. പുതുവിശ്വാസി അത് പറയരുത്. മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോക്കെ ഒരുപോലെ തന്നെ, നമ്മളെക്കാളും മഹത്വമാണ് അവർക്കുള്ളത്. കാരണം നമ്മള് മുസ്ലിം ബാപ്പാടെ കുടുംബത്തിൽ മുസ്ലിം ഉമ്മാക്ക് പറഞ്ഞത് കൊണ്ട് മുസ്ലിമായി. അവരങ്ങനല്ല. ഇസ്ലാമിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കി വിലയിരുത്തി ചിന്തിച്ച് ആലോചിച്ച് അവർ ഇസ്ലാമിലേക്ക് വന്നു. അപ്പൊ ഈ മനുഷ്യൻ അജാനിബ്, അന്യൻ എന്ന അവസ്ഥയിൽ നിന്ന് അന്യനല്ലാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേർന്നു. പക്ഷേ ഖുർആനിൽ കാണാം, തൗബ ചെയ്യുന്ന ഒരു മനുഷ്യൻ അന്യനല്ലാത്ത അവസ്ഥയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രേമഭാജനത്തിലേക്കാണ് എത്തിച്ചേരുക. യുഹിബ്ബു തവ്വാബീന വ യുഹിബ്ബുൽ മുത്തത്തഖീരീൻ. അള്ളാഹുവിന്റെ മെഹബൂബാവുകയാണ്. പശ്ചാത്തപിക്കുന്നവൻ അള്ളാഹുവിന്റെ മെഹബൂബാവുകയാണ്. അതുകൊണ്ട് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ട് കരളുരുകി ദുആ ചെയ്ത് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ നമ്മൾ ആ തെറ്റിന്റെ പേരിൽ പിന്നെ അയാളെ ഒന്നും പറയരുത്. പറഞ്ഞാൽ അള്ളാഹു ഈ തെറ്റ് നമ്മൾ ചെയ്യാതെ നമ്മൾ മരിക്കുകയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ഒരാളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. അവരും റബ്ബുമായിട്ടായിക്കോട്ടെ. ഇത് നമ്മളെ യാത്രയിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇനി പ്രധാനമായി നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മളെ കൂട്ടുകാരത്തൊക്കെ പോകുമ്പോ, പ്രത്യേകിച്ച് ഇപ്പോ വെക്കേഷനൊക്കെ ആകുമ്പോ ധാരാളം യാത്രകൾ നടക്കും. ഇനി 1/2 മണിക്കൂറേ ഉള്ളൂ, ശ്രദ്ധിച്ചിരുന്നോളൂ. ഒരുപാട് യാത്രകളൊക്കെ നടക്കും. ഇപ്പോ വെക്കേഷനാണ്. ചില ബസ്സുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനിത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെറുതെ പറഞ്ഞ് സമയം കളയണ്ട മാത്രമല്ല, എന്തിനാണ് അതിന്റെ കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹോദരിമാര്, നമ്മുടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ ബസ്സൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ബസ്സില് അവര് യാത്ര ചെയ്യുമ്പോ പുറത്തൂടെ നമ്മൾ യാത്ര ചെയ്തു പോകുമ്പോ ആ ബസ് ഇങ്ങനെ കിടന്ന് കുലുങ്ങുന്നുണ്ടാവും. അവർക്ക് കളിയും തമാശയുമാണ്.
4 ടയറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ എയർ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓരോരുത്തരും ചിത്രത്തിലെ പത്രത്തിന്റെ കോളത്തിലെ ഒരു ഫോട്ടോ ആയി മാറും അല്ലേ? എത്ര അനുഭവങ്ങളാണ്, എത്ര സംഭവങ്ങളാണ്. അഹങ്കാരം പാടില്ല. 4ാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ട കാര്യമേതെന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരിക്കലും ഞങ്ങൾ ഹബീബായ നബി തങ്ങളോടൊപ്പം യാത്ര ചെയ്യുകയാണ്. ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളിൽ പ്രിയപ്പെട്ട സഹാബാക്കള് പുറകെ തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത്. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തമാശകൾ പറഞ്ഞ് രസങ്ങളുമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തമാശയും കളിയും ചിരിയുമായി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോ അല്ലാഹുവിന്റെ റസൂല് പെട്ടെന്ന് ഞങ്ങളെ നേരെ തിരിയുകയാ. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവേതൊരു തമ്പുരാനെ തന്നെയാണ് സത്യം. ലൗ തഅലമൂന മാ അഅലമൂ, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, മിഅ്റാജിന്റെ യാത്രയിൽ ഞാൻ മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങളിൽ കുറച്ച് ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു. അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാ, ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കി നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിങ്ങൾ വളരെ കുറച്ച് ചിരിക്കുകയും ധാരാളം കരയുകയും ചെയ്യുമായിരുന്നു. ഇത് പറഞ്ഞപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, പിന്നെ ബേക്കിൽ കൂട്ടക്കരച്ചിലായി. സഹാബാക്കൾ നബിയുടെ പിന്നാലെ കരച്ചിലായി. വല്ലാത്ത കരച്ചില്, നിർത്താത്ത കരച്ചില്, വല്ലാതെ നിലവിളിക്കുന്ന വേദനയുടെ കരച്ചില്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാ. എന്നിട്ട് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നാവിലൂടെ അല്ലാഹ് ചോദിക്കുകയാ, ലിമതഖനതു ഇബാദി, എന്തിനാ നബിയേ എന്റെ ദാസന്മാരെ നിരാശയിലാക്കിയത്? എന്തിനാണ് എന്റെ ദാസന്മാരെ നിരാശപ്പെടുത്തിയത്? അബ്ശിറൂ വസദ്ദിദൂ വഖാരിബൂ, ഇത് ബുഖാരി ശരീഫിലുള്ള ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ പറഞ്ഞു കൊടുക്കൂ നബിയേ, അവരോട് പറയണം, അബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കുക, വസദ്ദിദൂ, നിങ്ങൾ നേരെ ചൊവ്വ ജീവിക്കുക. ബഹളങ്ങൾ ഉണ്ടാക്കിയല്ല, കളിതമാശകൾ പറഞ്ഞല്ല, നിങ്ങൾ നേരായ രീതിയിൽ ജീവിക്കുക. വഖാരിബൂ, അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുക്കുക, അല്ലാഹുവിലേക്ക് നിങ്ങൾ ലയിച്ചു ചേരുക. ഇത് എന്തുകൊണ്ട് പറഞ്ഞെന്നറിയോ സഹോദരങ്ങളെ? മുഹദ്ദിസീങ്ങൾ പറയുകയാണ്, ഈ ഒരൊറ്റ കാര്യം റസൂലുള്ളാഹിയോട് അല്ലാഹ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പിന്നീട് സഹാബാക്കൾ ചിരിക്കൂല, അവർ കരയുക തന്നെ, ജീവിതത്തിൽ എപ്പോഴും കരച്ചിലായേനെ. അതുകൊണ്ട് റസൂലുള്ളാഹിയോട് അല്ലാഹ് പറഞ്ഞു, അവരെ നിരാശപ്പെടുത്തരുത്, അവർ എപ്പോഴും കരയേണ്ടവരല്ല. അബ്ശിറൂ, അവരെ സന്തോഷിക്കട്ടെ. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുക, വസദ്ദിദൂ, നേരായ രീതിയിൽ ജീവിക്കുക. വഖാരിബൂ, അല്ലാഹുവിലേക്ക് നിങ്ങൾ അടുക്കുക. ഇത് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹ് പറഞ്ഞു കൊടുത്തതാണ്. അള്ളാഹുവിന്റെ ഹബീബിനോട് അല്ലാഹ് പറഞ്ഞു കൊടുത്തതാ. ഇല്ലെങ്കിൽ സഹാബാക്കള് പിന്നെ ജീവിതത്തിൽ ചിരിക്കില്ല. അവര് ജീവിതത്തിൽ പിന്നെ കരച്ചില്, നിരാശപ്പെട്ട ജീവിതമായി പോകും. അതുകൊണ്ട് നബിയെ പറഞ്ഞു കൊടുക്ക്, നിങ്ങൾ നേരായ രീതിയിൽ ജീവിച്ചാൽ മതി. അതുകൊണ്ടാണ് സഹാബാക്കള് പിൽക്കാലത്ത് കരച്ചില് അവര് നിർത്തി. പിന്നീട് എത്ര സഹാബാക്കള് പുഞ്ചിരിച്ചിട്ടുണ്ട്, എത്ര സഹാബാക്കൾ ചിരിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതോടുകൂടി അവരുടെ ചിരി എന്ന അധ്യായം അവസാനിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ വിശേഷണം അല്ലദീ അൽഹ വ അബ്ക, അല്ലദീ അൽഹ വ അബ്ക, അള്ളാഹുവിന്റെ വിശേഷണം അതാണ്. ചിരിപ്പിക്കുന്നവനും അവനാണ്, കരയിപ്പിക്കുന്നവനും അവനാണ്. ചിരി സദഖയാക്കി മാറ്റി, പുഞ്ചിരി സദഖയാക്കി അള്ളാഹുവിന്റെ ഹബീബ് മാറ്റി. പക്ഷെ സഹാബാക്കൾക്ക് ആ ഒരു പുണ്യം കിട്ടാതെ പോയേനെ, അവരെപ്പോഴും കരഞ്ഞേനെ. അതുകൊണ്ട് ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട 4ാമത്തെ കാര്യം അതാണ്. ഇനി
നമ്മൾ വാഹനത്തിൽ കയറി ദിക്ർ ചൊല്ലും, അറിയാമല്ലോ. അതൊക്കെ അതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കിക്കോളി. അതൊന്ന് എടുത്തു പറഞ്ഞ് സമയം കളയാൻ നമുക്ക് സമയം കുറവാണ്. സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന് പറയുന്ന ആ ദിക്ർ എത്ര പേർക്കറിയാം? എത്ര പേർക്കറിയാം? നമ്മുടെ ഉമ്മത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരവസ്ഥ എന്തെന്നറിയോ? വാപ്പ മരിക്കുമ്പോ മകനും ബന്ധുക്കളെല്ലാം മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ വെക്കും. പള്ളിയിലെ ഇമാമ് പ്രസംഗിക്കും. ഈ മയ്യത്തിന് നിസ്കാരത്തിന്റെ ആദാബുകൾ: ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്ത്, മൂന്നാമത്തെ തക്ബീറിന് ശേഷം മയ്യത്തിന് വേണ്ടിയിട്ടുള്ള ദുആ. അറിയുന്നവരൊക്കെ ഓതി, അല്ലാത്തവർ അല്ലാഹു മഗ്ഫിർ ലഹു എന്ന് പറഞ്ഞോണ്ടിരിക്കും. എത്ര നാളുകൊണ്ട് നമ്മൾ പറയുന്നു, ആവർത്തിക്കുന്നു? എത്ര നാളുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു? വാപ്പാന്റെ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ആ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന മോന് അത് തീർത്തോതാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താ? സമസ്തയുടെ മദ്രസകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. മിനിങ്ങാന്ന് അഡ്മിഷൻ വളരെ കുറവാണ് നമ്മുടെ മദ്രസകളിൽ. പണ്ടത്തെ മദ്രസകളിലുള്ള ആളുകൾ ഇന്നില്ല. നിങ്ങൾ കരുതും പ്രസവം നിർത്തിയത് കൊണ്ടാണെന്ന്. പെണ്ണുങ്ങളല്ല, പ്രസവം നിർത്തിയത് കൊണ്ടല്ല. അവർക്ക് താല്പര്യമില്ല മദ്രസ പഠിപ്പിക്കാൻ. മക്കൾ അമാനത്താൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മദ്രസ വിദ്യാഭ്യാസം പോലെ മറ്റൊരു വിദ്യാഭ്യാസം ഞാൻ പിന്നെ നമ്മുടെ എന്താണ് ആ പ്രസംഗ സ്ഥലം എവിടെ? വളപുരം അല്ലെ? വളപുരം. അവിടെ ഞാൻ പറഞ്ഞിരുന്നു, കേരളത്തിലുള്ള ഈ സിലബസ് അള്ളാന്റെ ആകാശത്തിന്റെ ചുവട്ടിൽ വേറെ ഒരു സ്ഥലത്തുമില്ല. ഈ മദ്രസ സിസ്റ്റം, നമ്മുടെ കേരളത്തിലുള്ള മദ്രസ സിസ്റ്റം തമിഴ്നാട്ടിലില്ല, കർണാടകയിലില്ല. അവിടെയൊക്കെ ഉണ്ട്. അതെല്ലാം ഈ സമസ്തയുടെ കീഴിലുള്ള മദ്രസകളാണ്. വിദേശത്ത് ഞാൻ ഖത്തറില്, അതുപോലെ ബഹ്റൈനില്, ദുബായില്, അതുപോലെ സൗദിയുടെ ചില ഇവിടെയൊക്കെയും സമസ്തയുടെ സിലബസ് ഉണ്ട്. അവിടെ ഞാൻ പറഞ്ഞത്, ഇത്രയും നല്ല സിസ്റ്റമാറ്റിക്കായി നടക്കുന്ന മദ്രസ സംവിധാനം ലോകത്ത് കേരളത്തിൽ മാത്രമാണ്. നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ ഭാഗ്യം അതാണ്. അതുകൊണ്ട് നല്ല ചിട്ടയോടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ മദ്രസയിൽ ചേർക്കണം. 5 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെയും വീട്ടിലിട്ട് മദ്രസയിൽ പഠിപ്പിക്കാതെ വളർത്തരുത്. ആ സമയത്ത് നല്ലതുപോലെ മക്കളുടെ ഹൃദയത്തിൽ അല്ലാഹു എന്ന പരിശുദ്ധമായ തൗഹീദ് കടന്നു വരും. റസൂലുള്ളാഹിയെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. അഖ്ലാഖ് സ്വഭാവം പഠിക്കും. മക്കള് ദീനിയാത്ത് അഖീദ പഠിക്കും. ഫിഖ് എന്ന കർമ്മങ്ങൾ പഠിക്കും. സീറ, ലോകത്തിന്റെയും ഇന്ത്യയുടെയും ഇസ്ലാമിന്റെയും ചരിത്രങ്ങൾ പഠിക്കും. ഈ മക്കൾ നാളെ നമുക്ക് ഉപകരിക്കും. അതുകൊണ്ട് മക്കളൊക്കെ പഠിപ്പിക്കണം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എത്ര പേര് വാഹനത്തിൽ കയറിയിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇത് വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്താണ്, സുഹ്റുഫിലെ ആയത്താണ്. ഇത് എത്ര പേര് ഓതുന്നുണ്ട്? കയറ്റം കയറുമ്പോ അല്ലാഹു അക്ബർ എന്നാ പറയേണ്ടത്. ഇറങ്ങുമ്പോ വണ്ടി ഓടിച്ചു പോവുക, കയറ്റം കയറുകയാണ്, എന്താ പറയേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇറങ്ങി പറയണം സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ യാത്ര പോയാൽ മാത്രമേ നമ്മുടെ ദുആ സ്വീകരിക്കപ്പെടുന്ന നിലയിൽ നമ്മുടെ യാത്ര ഇബാദത്താവൂ. ഇങ്ങനെ യാത്ര ചെയ്യുന്നവൻ മാത്രം ഖസറാക്കിയാൽ മതി. അല്ലാതെ ഏതോ ഒരുത്തിയെ കാണാൻ വേണ്ടി ഇവിടെ നിന്ന് കാസർഗോഡ് പോകുന്നു, അവിടെ നിന്ന് ഒരുത്തിയെ കാണാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോകുന്നു. അവൻ എന്ത് ഖസർ, അവൻ എന്ത് ജമ്മ്, അവൻ എന്ത് ദുആ സ്വീകരിക്കും? യാത്ര ഇബാദത്താവുന്നത് ഈ കാര്യങ്ങളൊക്കെ സമ്പൂർണ്ണമാകുമ്പോഴാണ്. അതുകൊണ്ട് ഓരോരുത്തരും മനസ്സിലാക്കുക. അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും പറയാൻ. നമുക്ക് നമ്മൾ അറിയാതെ വലിയ കൂലി കിട്ടുന്ന ചില യാത്രകളുണ്ട്. കൂലി കിട്ടുന്ന യാത്രകൾ ഞാൻ 1-2 മാത്രം പറഞ്ഞു ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിൽ നമുക്ക് ദുആ ചെയ്ത് പിരിയണം. 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ ഒന്ന് ഉണർത്തി തരാം. ചില യാത്രകൾ നമുക്ക് വലിയ കൂലി കിട്ടും. ആ കൂലി എന്താണെന്ന് കൂടി നമുക്ക് പറയാം. അതിൽ ഒന്ന്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദാ ആദർ റജുലു അഖാ
ഒരു സഹോദരൻ രോഗിയാണെന്നറിഞ്ഞു. അത് എവിടെയാകട്ടെ, ഏത് ജില്ലയിലാകട്ടെ, ഏത് ദൂരത്താകട്ടെ, എത്ര അടുത്താകട്ടെ, ഒരാള് രോഗിയാണെന്ന് തിരിച്ചറിവുണ്ടായാൽ നിന്റെ സഹോദരനാണ്, സുഹൃത്താണ്, അവന് രോഗിയാണെന്ന വിവരം നിനക്ക് കിട്ടിയാൽ അവനെ സന്ദർശിക്കാൻ വേണ്ടി നീ പോകുമ്പോൾ അവൻ ജീവിച്ചിരിക്കുമ്പോഴോ മരിക്കുമ്പോഴോ നീ അവനെ സിയാറ ചെയ്താൽ, അവനെ സന്ദർശിക്കാൻ നീ ഒന്ന് യാത്ര ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഖാലല്ലാഹു തആല, പടച്ചവൻ പറയുമത്രേ, തിബ്തവ ത്വാബ മംശാ, നിന്റെ യാത്ര സഫലമായി പൊന്നുമോനെ, നിന്റെ യാത്ര ഫലപ്രദമായി പൊന്നുമോനെ, നല്ല യാത്രയാണ് നിന്റെ യാത്ര. വതബവഅത മൻസിലോ ഫിൽ ജന്നാ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലാഹു അവനോട് പറയുന്നു, വതബവഅത മൻസിലോ ഫിൽ ജന്നാ, സ്വർഗ്ഗത്തിൽ നീ ഒരു വീട് നിർബന്ധമാക്കിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, രോഗിയാണ്, അവര് മലപ്പുറത്താണ്, അല്ലെങ്കിൽ പെരിന്തൽമണ്ണയില, അല്ലെങ്കിൽ അങ്ങ് കോഴിക്കോടാ, നിങ്ങളുമായിട്ട് ബന്ധം ഒരു സൗഹൃദം മാത്രമാണ്, ഉംറയ്ക്ക് പോയി പരിചയപ്പെട്ടതാ, ഒരു യാത്രയിൽ പരിചയപ്പെട്ടതാ, അല്ലെങ്കിൽ അകന്ന ബന്ധുവാ, അവര് താമസിക്കുന്നതങ്ങ് തിരുവനന്തപുരത്താ, അല്ലെങ്കിൽ അങ്ങ് മംഗലാപുരത്താ, അല്ലെങ്കിൽ ഇവിടെ കണ്ണൂരിലാ, അല്ലെങ്കിൽ അങ്ങ് പാലക്കാടാ. ആ സമയത്ത് നിങ്ങൾ ഇവിടെ നിന്ന് അയാളെ കാണാൻ പോവുകയാ. അവന് രോഗിയായപ്പോൾ നിങ്ങൾ അവനെ കാണാൻ പോയതാ, അല്ലെങ്കിൽ അവന് ജീവിച്ചിരിക്കുന്ന അവനോട് കുറച്ച് സംസാരിക്കണം അതിന് പോയതാ, അല്ലെങ്കിൽ അവന് മരണപ്പെട്ടപ്പോൾ അവന്റെ ഖബർ സിയാറത്തിന് പോയതാ. അങ്ങനെ നിങ്ങൾ പോയാൽ അല്ലാഹുവിന്റെ മലക്ക് നിങ്ങളുടെ ചാരത്ത് വരുമെന്നാ. എന്നിട്ട് പറയുമത്രേ, വതബവഅത മൻസിലോ ഫിൽ ജന്നാ, എടോ സ്വർഗ്ഗത്തിൽ നീ ഒരു വീട് നിർബന്ധമാക്കിയിരിക്കുകയാ. തന്റെ സഹോദരൻ രോഗിയാണ്, ആ രോഗ സന്ദർശനം നടത്താൻ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ അത് പപ്പ് ചുവടങ്ങോട്ട് വെക്കുന്നതാകട്ടെ, നിനക്ക് അല്ലാഹു തരുന്ന കൂലി എന്തെന്നറിയോ? കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സൽസബീലിന്റെ തസ്നീമിന്റെ സ്വർഗമുണ്ടല്ലോ. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നയനാനന്ദകരവും, ഒരു കാതും കേട്ടിട്ടില്ലാത്ത കരുണാനന്ദകരവും, ഒരു ഹൃദയത്തിൽ ഇന്ന് വരെ ഉദിക്കാത്ത ഹൃദ്യമായ സ്വർഗമുണ്ടല്ലോ. ആ സ്വർഗത്തിൽ ഒറ്റമുറ്റിനാലുള്ള ഒരു വെള്ളക്കൊട്ടാരം നിനക്ക് അല്ലാഹു നിർമ്മിക്കുമെന്ന് ഇന്നേ വരെ കളവ് പറയാത്ത, സ്വർഗം പോലും പടയ്ക്കപ്പെടാൻ കാരണഭൂതരായ ത്വാഹാ നബി മുഹമ്മദ് മുസ്തഫ. രോഗികളെ സന്ദർശിക്കാൻ എത്ര പേര് പോവും? എത്ര പേര് രോഗിയെ സന്ദർശിക്കാൻ പോവും? ഒരു രോഗം അപ്പുറത്തെ വീട്ടുകാരന് രോഗമാണെന്നറിഞ്ഞാൽ നമ്മൾ പോകണം. അവിടെ ചെന്ന് പുറത്ത് നിന്നിട്ട് തല മാത്രം അകത്തിട്ട് സുഖമാണോന്ന് ചോദിച്ചിട്ട് വരരുത്. റസൂലുള്ളാഹിന്റെ രീതി പഠിപ്പിച്ചു. കേറി നിന്റെ കൈ കൊണ്ട് അവന്റെ തലയിൽ കൈവച്ചിട്ട്, അവന്റെ നെറ്റിയിൽ കൈവച്ചിട്ട് അവന്റെ രോഗവിവരം അന്വേഷിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.